ഹലോ ട്രേഡേഴ്സ്, ഇന്ന് മാർച്ച് 18 ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു എൻട്രിയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ഈ ഒരു സ്ട്രാറ്റജിയുടെ പേര് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. ഞാൻ ഇതിന്റെ റൂൾസ് എന്താണെന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ദയവായിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ചെയ്തതിന് ശേഷം 2 ദിവസങ്ങളിൽ ആ ഒരു സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെയും വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഇന്നിപ്പം ഈ വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ അതായത് ഇന്ന് മാർച്ച് 18 ബുധനാഴ്ച ദിവസം ഈ സ്ട്രാറ്റജി ഓപ്പണിങ്ങിൽ നമുക്ക് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ആ സ്ട്രാറ്റജി നിങ്ങൾ ആ സ്ട്രാറ്റജി വീഡിയോ കാണുക. അതിനുശേഷം ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് മറ്റേ സെറ്റപ്പ് ഫോം ചെയ്ത ദിവസങ്ങളിലെ വീഡിയോസ് ഇന്നത്തെ ഉൾപ്പെടെ നിങ്ങൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പണിംഗിൽ ഇരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺവിക്ഷനോടുകൂടി എൻട്രി എടുക്കാൻ പറ്റും. ഇത് മാർക്കറ്റിൽ ഓപ്പണിംഗിൽ റെഗുലറായിട്ട് സംഭവിക്കുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് ഇത് വൺസ് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇത് മനസ്സിലായി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ ഇത് ഈസിലി എടുക്കാൻ പറ്റുന്ന ഒരു എൻട്രിയാണ്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ അതായത് ഓപ്പണിംഗിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൺസ് ഈ സ്ട്രാറ്റജി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ഒരു കൺവിക്ഷനോട് കൂടി അതായത് ഏറ്റവും ചെറിയ ഒരു SL ഇട്ടുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പണിംഗ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണത്. ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ നമുക്ക് ഓപ്പണിങ്ങിന്റെ ആ ഒരു 5 മിനിറ്റ് ചാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് ഒരു എത്ര പോയിന്റാണ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 153 പോയിന്റ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തെ നമ്മൾ ഒരിക്കലും ചാടിക്കറി എൻട്രി എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയത്തില്ല. 2 കാര്യം ഇവിടെ സംഭവിക്കാം. ഒന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വരാം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റ് ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ അവിടെ സൈഡ് വൈസ് ആയിട്ട് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ നിൽക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ സംഭവിക്കുന്ന കാര്യം ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്തിട്ട് മേളിലോട്ട് വീണ്ടും അതിന്റെ ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് സംഭവിച്ചത് അതാണ്. അതായത് മാർക്കറ്റിൽ ഇത്രയും 153 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്തു. നമ്മൾ 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താണ്? ഓപ്പണിംഗിൽ നമുക്ക് വേണ്ടിയത് ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്യണം. എന്തായിരിക്കും ഇൻസൈഡ് ബാർ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് അറിയാൻ മേലെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ബ്രീഫായിട്ട്. അതായത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ക്യാൻഡിലുകൾ ആ ക്യാൻഡലിന്റെ ഹൈക്കും ലോയ്ക്കും ഇടയ്ക്കായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസൈഡ് ബാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തു. അതൊരു റെഡ് ക്യാൻഡിലാണ്. നമുക്കിവിടെ റെഡ് ക്യാൻഡിൽ ആണോ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമുക്ക് അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ നമുക്ക് എപ്പോഴും ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആയിരിക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് കോൾ സൈഡിലോട്ട് പോകാനായിട്ട് നമുക്കൊരു നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതായത് ഓപ്പണിംഗിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ഒരു റെഡ് ക്യാൻഡിൽ, അതിനുശേഷം അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ അതിനകത്ത് തന്നെ ഫോം ചെയ്തു. മൂന്നാമത്തേതും അതിനകത്ത് തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഇങ്ങനത്തെ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ ഇത്രയും 153 പോയിന്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും നമുക്ക് മുകളിലോട്ട് മറ്റേ മാർക്കറ്റ് പോകുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ മേടിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഇതിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ആ എൻട്രി എടുക്കാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിന്റെ ഹൈ ആണോ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോ ആണോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ, അതായത് ഞാൻ ആ സ്ട്രാറ്റജിക്കകത്ത് പറയുന്നുണ്ട്. അതായത് ഓപ്പണിംഗിന്റെ 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 1 മിനിറ്റിലും ആണെങ്കിലും കുഴപ്പമില്ല. അതായത് 1 മിനിറ്റിലും ഈ ഇൻസൈഡ് ബാർ ഫോം ചെയ്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ചാർട്ട് ഇപ്പോൾ 5 മിനിറ്റിലാണ്. ചിലപ്പോൾ നമുക്ക് 5 മിനിറ്റിൽ ചിലപ്പം ഒരു ഇൻസൈഡ് ബാർ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ 1 മിനിറ്റിൽ ആയിരിക്കും ആ ഇൻസൈഡ് ബാർ ഫോം ചെയ്തത്. നമ്മളിപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ 1 മിനിറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് 1 മിനിറ്റിലും ഒരു ഇൻസൈഡ് ബാർ തന്നെയാണ്.
നമുക്ക് ഇവിടെ രണ്ട്, അതായത് 1 മിനിറ്റിലും ഇൻസൈഡ് ബാർ തന്നെയാണ്, 5 മിനിറ്റിലും ഇൻസൈഡ് ബാർ ആണ്. അപ്പൊ നമുക്കിവിടെ അപ്പൊ ആദ്യത്തെ ഇപ്പൊ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിൽ ആണ്. അതായത് ഇവിടെ സംഭവിച്ചെന്താണ്, ഇത്രയും 153 പോയിന്റിന്റെ ഹ്യൂജ് ക്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നപ്പോഴത്തേനും അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതുകൊണ്ടാണ് ഒരു ഓപ്പണിംഗ് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തത്. അപ്പം ഇത് ശരിക്കുള്ള പ്രോപ്പർ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നെങ്കിൽ, അതായത് ഇവിടെ തലേദിവസം ഈ പറഞ്ഞ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്, വീണ്ടും അടുത്തത് ഗ്രീൻ ക്യാൻഡിലാണ്. അതായത് അപ്പൊ ഇത് കാണിക്കുന്നത് സ്ട്രെങ്ത് ആണ്. അതായത് ഇത്രയും ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും താഴോട്ട് പോരാതെ ഇതിനകത്ത് തന്നെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴും എൻട്രി ട്രിഗർ ആയിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതായത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, അപ്പം അത് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ആയിരുന്നു. അപ്പൊ നമുക്ക് അറിയത്തില്ല അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഇത് താഴോട്ട് പോരുമോ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ഒന്നെങ്കിൽ ഈ റെഡ് ക്യാൻഡലിന്റെ ഹൈ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോൾ സൈഡിലോട്ട് എൻട്രി നമുക്ക് പോസിബിൾ ആവത്തുള്ളൂ. അതുകൂടാതെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് ഈ ക്യാൻഡിൽ ഇപ്പൊ ഗ്യാപ്പ് അപ്പ് ചെയ്ത ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് 1, 2, 3, 4 തവണ റിജക്ഷൻ എന്ന ലെവലിന് മുകളിലാണ്. അപ്പം അതായത് കംഫർട്ടബിൾ ഈ ഒരു റെസിസ്റ്റൻസിനെ ഗ്യാപ്പ് അപ്പോടുകൂടി നിഫ്റ്റി ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് മാർച്ച് 10-ാം തീയതി മൺഡേയില് ഒരു ഫോള് നടന്ന ആ ലെവലിലാണ് കൃത്യം ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇങ്ങനത്തെ ഒരു കൃത്യം ഒരു സെൽ ലെവലിന്റെ അവിടെ വന്ന് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% കേസുകളിലും മാർക്കറ്റ് അത് താഴോട്ട് പോരത്തേ ഉള്ളൂ. അതായത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെൽ ലെവലാണ്, അതായത് ഇതൊരു സെൽ ലെവൽ നടന്നതാണ്, മനസ്സിലായോ? അപ്പം അവിടെ തന്നെ കൃത്യമായിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ സെല്ലിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് ഇങ്ങ് പോരും. പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണ്, ഓപ്പണിങ്ങിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സെല്ലിങ് വന്നു, അതിനുശേഷം ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് അവിടെ ആക്റ്റീവ് ആയി, എന്നിട്ട് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡലിന്റെ റെഡ് ക്യാൻഡലിന്റെ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ റെഡ് ക്യാൻഡലിന്റെ ഹൈയെ ബ്രേക്ക്ഔട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഇപ്പം നമുക്കൊരു എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് തരുവാണ്. ഈ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിന്റെ റീടെസ്റ്റിന്. അതായത് നമുക്കൊരിക്കലും ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇത് ഇവിടുന്ന് നേരെ മേളിലോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ, അതായത് ഒന്നിനും മേളിൽ ഒന്നായിട്ടൊരു ക്യാൻഡിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആദ്യം വേണ്ട ഒരു എൻട്രി എടുക്കുമ്പോഴത്തെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ഹൈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിലെ ഹൈയുടെ റീടെസ്റ്റിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ആ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡൽ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പം ഒരു എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ട്രിഗർ ആയി. പക്ഷെ നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് വൺസ് നമുക്കൊരു എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി ട്രിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചാർട്ടിന് നമ്മൾ 1 മിനിറ്റിലേക്ക് നമ്മൾ മാറ്റണം. കാരണം നമ്മൾ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടഡ് ലെവൽ നമുക്ക് മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് വരെ നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ 1 മിനിറ്റിലേക്ക് നമ്മൾ ചാർട്ടിനെ മാറ്റിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ 1 മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് 1 മിനിറ്റിൽ ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ അവിടെ റീടെസ്റ്റ് നടന്നു. ഇപ്പം ഇവിടെ റീടെസ്റ്റ് നടന്നു, ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മാർക്കറ്റ് നമുക്ക് തോന്നും. അത് ഏകദേശം ഈ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ 9:56 സമയമായപ്പോഴത്തേനും മാർക്കറ്റ് ഓപ്പൺ 5 മിനിറ്റ് റെഡ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അവിടെ റീടെസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷന്റെ പ്രീമിയം ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിഫ്റ്റിയുടെ 22,600 സിയുടെ ചാർട്ടാണ്. ഇപ്പൊ ഇത് ഇവിടെ കാണുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റിലാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മതി, കുഴപ്പമില്ല. 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ. ഇപ്പം 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ 22,600 സിയുടെ പ്രീമിയം ചാർട്ട്. അപ്പം ഇത് 5 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ഇൻസൈഡ് ബാർ ഇവിടെ പ്രീമിയം ചാർട്ടിൽ ഇൻസൈഡ് ബാർ ഇല്ല. പക്ഷെ നമ്മൾ 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടീഷൻ പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇൻസൈഡ് ബാർ ഫോം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പ്രീമിയം ചാർട്ടിൽ അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ടിൽ, രണ്ടിലും വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒന്നിനകത്ത് ഏതെങ്കിലും ഐദർ പ്രീമിയം ചാർട്ടിനകത്തോ അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ടിനകത്തോ നമുക്ക് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ കിട്ടണം. അപ്പം ഇവിടെ നമുക്ക് സ്പോട്ട് ചാർട്ട് കിട്ടിക്കഴിഞ്ഞു.
അപ്പൊ നമുക്ക് സ്പോട്ട് ചാർട്ടിൽ ഒരു റീടെസ്റ്റ് 9:56 സമയമായപ്പോഴത്തേനും നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റീടെസ്റ്റ് കിട്ടി. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, അതായത് 9:56 സമയമായപ്പോഴത്തേനും നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈയുടെ അവിടെ റീടെസ്റ്റ് വന്നെങ്കിലും പ്രീമിയം ചാർട്ടിൽ ഇത് പ്രീമിയം ചാർട്ടിൽ പ്രൈസ് അങ്ങോട്ട് എത്തിയിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് റീടെസ്റ്റ് എടുത്ത സമയത്ത്, അതായത് 9:56 നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 5-6 അല്ലെങ്കിൽ മാക്സിമം 10 പോയിന്റ് SL ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മറ്റേ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 160 രൂപ. അപ്പം ആ 160 രൂപയ്ക്ക് നമ്മൾ ഒരു 5 പോയിന്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ, പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 215, ഏകദേശം 55 രൂപയോളം നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ്, നമുക്ക് പ്രീമിയത്തിനകത്ത് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 രൂപ ഇട്ടാൽ പോലും, 5 രൂപ SL ഇട്ടാൽ പോലും നമുക്ക് 55 രൂപ എന്ന് പറയുമ്പോഴത്തേനും നിയർലി നമുക്ക് എത്രയാണ് 10 പോയിന്റ്, അതായത് 1:10 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ SL 10 ആയിരുന്നെങ്കിൽ പോലും നമുക്ക് 1:5 കിട്ടുന്ന ഒരു റിസ്ക് റിവാർഡ് ട്രേഡ് നമുക്ക് ഈസിലി നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പണിങ്ങിലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്, സെറ്റപ്പാണ് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇത് നിങ്ങൾ ഒന്ന് നോക്കുക, നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളും ഈ ഒരു ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രീമിയം ചാർട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് റെഗുലറായിട്ട് മാർക്കറ്റിന് ഓപ്പണിംഗിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ. ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിൽ ഇൻസൈഡ് ബാറുകൾ റെഗുലറായിട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഓപ്പണിംഗിൽ 5 മിനിറ്റിലോ അല്ലെങ്കിൽ 1 മിനിറ്റിലോ ഇൻസൈഡ് ബാർ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓപ്പണിംഗിൽ ഈസിലി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ, മറ്റേ സെറ്റപ്പ്, ഓപ്ഷൻ ബൈയിങ് സെറ്റപ്പ് ആണിത്. അതുകൊണ്ട് നിങ്ങളും ഈ ഓപ്പണിംഗിലെ ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം 1-2 ദിവസം കൊണ്ടും ചിലപ്പോൾ നമുക്കിത് ഫെമിലിയർ ആവത്തില്ല ചിലപ്പം. ഇപ്പൊ നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ ഈ ഒരു സെറ്റപ്പുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ ചിലപ്പം വിട്ടുപോയെന്നിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുക. ലൈവ് മാർക്കറ്റ് ചിലപ്പോൾ നമ്മൾ വിട്ടുപോയെന്നിരിക്കും, വീണ്ടും നമ്മൾ അത് ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ 2-3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ലൈവ് മാർക്കറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് ഈ ഒരു സെറ്റപ്പ് നമുക്ക് വളരെ ചെറിയൊരു SL വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എൻട്രിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ സ്ട്രാറ്റജിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും അതിനുശേഷം 2 ദിവസങ്ങൾ, ഇതിന് മുന്നേ ഉള്ള 2 ദിവസങ്ങളിൽ ആ ഓപ്പണിംഗ് ബാർ ബ്രേക്ക്ഔട്ട് അത് ഫോം ചെയ്ത ദിവസങ്ങളിലെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയുടെ കൂട്ടത്തിൽ ഈ 2 ദിവസങ്ങളിലെയും കൂടെ വീഡിയോ കൂടെ ഞാൻ അവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക. അപ്പം ഇത് നിങ്ങളുടെ ഡെയിലി ഓപ്ഷൻ ബൈയിങ്ങിൽ നിങ്ങൾക്ക് ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം ഇത് ഒരിക്കലും അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് ഇപ്പം ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇപ്പൊ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു, ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് വിചാരിക്കുക, അതിന് മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാൻഡിലുകൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് 5 മിനിറ്റിൽ ഒരു സെല്ലിംഗ് കിട്ടി. അപ്പം ആ സെല്ലിങ്ങിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്, അതായത് ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രതീക്ഷിച്ച സെല്ലേഴ്സിനെ എല്ലാം SL എടുത്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോവുക. അപ്പൊ നമുക്ക് എപ്പോഴും സെല്ലേഴ്സ് ഫെയിൽ ആകുന്ന സെറ്റപ്പുകളാണ് എപ്പോഴും ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും. അതായത് ഓപ്ഷൻ സെല്ലേഴ്സ് ഫെയിൽ ആകുന്ന സെറ്റപ്പുകൾ. അപ്പം ഇവിടെ ആരാണ് ഇവിടെ ഫെയിൽ ആയത്? കോൾ റൈറ്റേഴ്സ്, അതായത് കോൾ സെല്ല് ചെയ്ത ആൾക്കാരാണ് ഇവിടെ ട്രാപ്പിലായിരിക്കുന്നത്. അപ്പോഴത്തേനും അവിടെയാണ് നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബയേഴ്സിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാൻഡിലുകൾ ഫോം ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമ്മളൊരു എൻട്രി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വേണ്ട എന്താണ്, നമുക്ക് ടാർഗറ്റ് അല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമുക്ക്
ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ സെല്ലിംഗ് ക്യാൻഡിൽ ആയിരുന്നു. അതിന് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ചെറിയ SL കിട്ടി. ആ SL വെച്ചുകൊണ്ട് നമുക്ക് ഒരു എൻട്രി അടിപൊളി കോൾ ഓപ്ഷൻ ബൈ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, ഡെയിലി ഒബ്സർവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.